ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തൊട്ട് കേൾക്കുന്ന ഒരു വാർത്തയാണ്, നടൻ ജയസൂര്യയെ ഇഡി പൊക്കിയിരിക്കുന്നു, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിനെയൊക്കെ പറ്റിയുള്ള വാർത്ത എല്ലാ ന്യൂസ് ചാനൽസിലും കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ജയസൂര്യയെ ഇഡി പൊക്കിയത്, എന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? അതോടൊപ്പം തന്നെ കേൾക്കുന്ന ഒരു വേറൊരു പേരാണ് സേവ് ദ ബോക്സ് തട്ടിപ്പ്. അപ്പോൾ ഇതുമായിട്ട് ജയസൂര്യക്ക് എന്താണ് പങ്ക്, ഈ തട്ടിപ്പ് എങ്ങനെയാണ് നടന്നത്, ഈ തട്ടിപ്പിന്റെ പുറകിലാരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ജയസൂര്യ ഇഡി പൊക്കിയതായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വാർത്ത ഞാൻ ആദ്യം ഒന്ന് വെക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഗൈസ്. ജയസൂര്യയും ഭാര്യ സരിത ജയസൂര്യയും എത്തിയത്. രണ്ടുപേരെയും ഇഡി ഇപ്പോഴും ജയസൂര്യയുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും പുറത്തേക്ക് വിട്ടിട്ടില്ല. സരിത ജയസൂര്യയിൽ നിന്നും ഇഡി മൊഴിയെടുക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. സേവ് ബോക്സ് എന്ന തരത്തിൽ ഒരു ആപ്പ് കഴിഞ്ഞ 2 വർഷം മുമ്പൊന്നുമല്ല, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2019 ജൂലൈ മാസത്തിലാണ് സേവ് ബോക്സ് എന്ന് പറയുന്ന ഒരു ആപ്പ് ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബിഡിംഗ് ആപ്പ് എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു ആപ്പ് ലോഞ്ച് ചെയ്യുന്നത്. ഈ ആപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇപ്പോൾ ഒരു ഫോൺ, എക്സാമ്പിൾ ഒരു ഫോൺ ഐഫോൺ വിൽക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഇടുകയാണ്. അതിനകത്ത് ₹1 തൊട്ടാണ് ഇവരുടെ ബിഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലേലം വിളി ഉണ്ടല്ലോ, ആ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ബിഡിങ്ങിനകത്ത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കുറച്ച് കോയിൻസ് ഒക്കെ ഉണ്ട്. ആ കോയിൻസ് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചിട്ടാണ് നമ്മൾ ബിഡ് ചെയ്യുന്നത്. ഇപ്പം ആദ്യം നമ്മളൊരു ₹1000 വിളിക്കുന്നു എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞ് വേറെ വന്ന് ₹2000 വിളിക്കുന്നു, ₹3000 വിളിക്കുന്നു, ₹4000 വിളിക്കുന്നു. അങ്ങനെ മുകളിൽ വിളിച്ച് പോവുകയാണ്. അപ്പോഴത്തേക്ക് ₹1,00,000 ഫോൺ ആണെങ്കിൽ വിളിക്കുന്നത് വിചാരിക്കുക. അങ്ങനെ ഒരു ₹10,000 വിളിക്കുമ്പോഴത്തേക്ക് വിളിക്കാൻ വേറെ ആരും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ₹10,000 നിങ്ങളുടെ ആ ₹1,00,000 ഫോൺ കിട്ടും. പിടികിട്ടിയോ? ഇതാണ് ഈ ഒരു ഇതിന്റെ കൺസെപ്റ്റ്. ഇപ്പൊ കൂടുതൽ പറയുന്നില്ല, നമ്മുടെ നോർമൽ ലേലം വിളി പോലെ തന്നെ. ഒരു ലേലം വിളി 20 മിനിറ്റോളം കണ്ടാണ് നീണ്ടു നിൽക്കുന്നത്. അതിനുള്ളിൽ അത് കച്ചവടമാകും എന്നുള്ളതാണ്. അങ്ങനെ കിട്ടുന്ന പ്രോഡക്റ്റ് ഇവന്മാരുടെ തന്നെ ഈ സേവ് ബോക്സ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെലിവറി സ്റ്റാർട്ടപ്പ് ഉണ്ട്. അതുവഴി 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലെത്തും എന്നതാണ് ഇവന്മാരുടെ ഒരു കോൺസെപ്റ്റ്. ഇതിനകത്ത് എങ്ങനെയാണ് തട്ടിപ്പുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ മെയിൻ ആള് സ്വാദിഖ് റഹീം എന്ന് പറയുന്ന ഒരുത്തരാണ് ഇതിന്റെ മെയിൻ ആള്. ഇവന് സിനിമാ ഫീൽഡുമായിട്ട് ഭയങ്കര അടുത്ത ബന്ധമാണ്. ഒരുപാട് പേരുമായിട്ട് അടുത്ത ബന്ധമാണ്. മമ്മൂട്ടിയുടെ കൂടെ, മോഹൻലാലിന്റെ കൂടെ ഒക്കെ നിൽക്കുന്ന ഫോട്ടോ അടക്കം, വെറുതെ ഇരിക്കുന്ന ഫോട്ടോ അടക്കമല്ല, ഡിന്നർ കഴിക്കുന്ന ഫോട്ടോ അടക്കമുള്ള ഇവന്റെ ഫേസ്ബുക്കിലേക്ക് കയറി നോക്കി കാണാൻ പറ്റും. നമ്മൾ അതിലോട്ടൊക്കെ വരാം ആരൊക്കെ ആയിട്ടാണ് ബന്ധം. അത് വർഷങ്ങളായിട്ടുള്ള ബന്ധം. ഇവൻ കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗൗതമന്റെ രഥം എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഇവനുണ്ട്. അതിലോട്ടൊക്കെ ഞാൻ വരാം. അപ്പം ഇവരെ മറയാക്കിയിട്ടാണ് ഇവര് ഈ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇപ്പൊ ഈ തട്ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഈ ഒരു പ്രസ്ഥാനത്തിലോട്ട് കുറെ ഇൻവെസ്റ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു. അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു, ഇത്ര ലാഭം കൊടുക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് ഇവ മേടിച്ചത്. എന്നിട്ട് ആ പൈസ കൊടുക്കാതായപ്പോഴത്തേക്കാണ് ഈ ഒരു തട്ടിപ്പ് പുറത്തോട്ട് വന്നത്. ഇവനെ 2021 അറസ്റ്റ് ചെയ്തതാണ് ഈ ഒരു കേസിൽ. എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കള്ളപ്പണത്തിന്റെ ഒക്കെ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായപ്പോഴാണ് ഇഡി ഈ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ സാധനത്തെ പ്രൊമോട്ട് ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് പണം കൈപ്പറ്റിയ ആളുകളെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചേക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ജയസൂര്യ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സേവ് ബോക്സ് എന്ന് പറയുന്ന സാധനം ലോഞ്ച് ചെയ്ത ജയസൂര്യാണ്, ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിന്ന ജയസൂര്യാണ്. അപ്പൊ ഏതാണ്ട് 2 കോടിയോളം രൂപ ജയസൂര്യക്ക് ഇവൻ കൊടുത്തു എന്നുള്ളതാണ് ഇവന്റെ മൊഴി. അതുകൊണ്ടാണ് ജയസൂര്യയെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നത്. കേസൊന്നും എടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ചോദ്യം ചെയ്യുകയാണ്. അക്കൗണ്ട്സ് എല്ലാം ക്ലിയർ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ വേറെ കേസ് അതിന്റെ മുകളിൽ വരും. എനിക്ക് തോന്നുന്നു ജയസൂര്യ ഇപ്പൊ 2ാമത്തെ തവണയാണ് ഇപ്പൊ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നത്, ആദ്യത്തെ തൊട്ടോ അല്ല. അപ്പൊ ഇതിനകത്ത് ജയസൂര്യക്ക് എങ്ങനെ പ്രശ്നം വന്നെന്ന് ഞാൻ ഒരു വീഡിയോ വെച്ച് തരാം, അതൊന്ന് പുള്ളി പറയുന്നത് കേൾക്ക്. തട്ടിപ്പ് കമ്പനി ഉണ്ടാക്കി എന്ന് മാത്രമല്ല, അതിന് പരസ്യം വേണമായിരുന്നു. പരസ്യത്തിന് വേണ്ടി ബ്രാൻഡ് അംബാസഡറായിട്ട് ജയസൂര്യ വെച്ചു. അതാണ് ജയസൂര്യക്ക് പണിയായത്. ജയസൂര്യ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഉള്ള ആക്ടിലെ പുതിയ വ്യവസ്ഥ അനുസരിച്ച് എന്താണെന്നറിയാം, ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നു, അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെലിബ്രിറ്റി വന്നാൽ, അതിനെക്കുറിച്ച് പരാതികളുണ്ടായാൽ അത് തട്ടിപ്പാണെങ്കിൽ ഈ സെലിബ്രിറ്റിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന തരത്തിൽ നിയമ ഭേദഗതി വന്നു. അപ്പോൾ ഇത് തട്ടിപ്പ് കേസായി. മാത്രമല്ല, ഈ തട്ടിപ്പ് നടത്തിയ കമ്പനിയാണ് ഈ സെലിബ്രിറ്റിയെ പ്രൊമോട്ടറായിട്ട് വെച്ചാൽ, തട്ടിച്ച പണത്തിൽ നിന്നാണ് ഇയാൾക്ക് പ്രതിഫലം കൊടുത്തതെങ്കിൽ ആ പണം ഇടി പിടിച്ചെടുക്കും. അപ്പം അതാണ് ഇവൻ തട്ടിച്ച പൈസയിൽ നിന്നാണ് ജയസൂര്യക്ക് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുള്ളത്. പിടികിട്ടിയോ? അപ്പം കേസ് ഇതാണ്. ഇനി എന്താണ് സേവ് ബോക്സ്, അല്ലെങ്കിൽ ഇവൻ എങ്ങനെയാണ് ഈ തട്ടിപ്പുകളൊക്കെ നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം ഇതിന്റെ ലോഞ്ചിലോട്ട് പോവാം. ആ ലോഞ്ചിൽ ജയസൂര്യ, ബേസിൽ ജോസഫ്, നീരജ് മാധവൻ, അങ്ങനെ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവര് പറയുന്ന കാര്യം ഞാനൊന്ന് കേൾക്കാം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ സ്വാതി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടപ്പോ, എന്താ പറയുക, ഇങ്ങനൊരു സേഫ് ബോക്സിനെ കുറിച്ച് പറഞ്ഞപ്പോ, ലണ്ടനിൽ അല്ലെങ്കിൽ അമേരിക്കയിലുള്ളവരൊക്കെ ചിന്തിച്ച ആ തലത്തിലേക്ക് നമ്മുടെ കേരളത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ ചിന്തിച്ചു. ജോയ് താക്കോൽക്കാരനെ പോലത്തെ വേറൊരു ബ്രാൻഡിനെ എനിക്ക് കാണാൻ പറ്റിയപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. ഈ ഒരു നല്ല നിമിഷത്തിൽ പങ്കുചേരാൻ സാധിച്ചു. ചരിത്രത്തിന്റെ ഭാഗമാകുക എന്ന് പറഞ്ഞ വലിയൊരു ഭാഗ്യമാണ്. ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു നമ്മളെല്ലാവരും. ഈ ഒരു നല്ല നിമിഷം ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. എല്ലാവിധ ആശംസകളും. തൃശ്ശൂരിൽ നിന്നുള്ള മറ്റൊരു
സംരംഭം കൂടെ കേരളത്തിന്റെ ഒരു സംരംഭമായിട്ട് വളരട്ടെ. ഇത്രയും അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ചെറുപ്പക്കാരൻ വലിയൊരു വാഗ്ദാനമാണ് നമ്മുടെ ഇൻഡസ്ട്രിക്ക്. സ്വാതിക്കിനും സേവ് ബോക്സിനും എന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വലിയൊരു വിജയാശംസ നേരുന്നു. സ്വാതിക്കിന് എല്ലാവിധ ആശംസകളും നേരുന്നു. മലയാളികൾക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു സംരംഭമായിട്ട് സേവ് ബോക്സ് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. സേവ് ബോക്സ് ഒരു കാര്യം ഉറപ്പു തരുന്നു, കേരളത്തിലെ ഇവരാണ് കക്ഷി. പുതിയ അല്ലെങ്കിൽ പഴയ എല്ലാ ചെറുകിട കച്ചവടക്കാർക്കും അവരുടെ ഐറ്റം ജനങ്ങൾക്ക് കണ്ടുകൊണ്ട് വിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം സേവ് ബോക്സ് തന്നിരിക്കും. പറയുന്ന അവൻ്റെ ഒരു ഫയർ നോക്കണേ, ഭയങ്കര ഫയറുമായിട്ട് വന്ന് മൊത്തം സിനിമാക്കാരെ പറ്റിച്ചു എന്നുള്ളതാണ്. ഇതൊരു ആപ്പാണ്. ഈ ആപ്പ് താണ്ട് ആദ്യത്തെ ഒരു 4 മാസം കൊണ്ട് തന്നെ 100K ആളുകൾ, 1,00,000 പുറത്ത് ആളുകൾ ഡൗൺലോഡ് ചെയ്യും, അത് യൂസ് ചെയ്യൊക്കെ തുടങ്ങി. ഇതിനകത്ത് ആളുകൾ എൻഗേജ്ഡ് ആവുന്നുണ്ട്, പൈസ ഒഴുകുന്നുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ ഇതിന്റെ പേര് പല പല കമ്പനികളും സ്റ്റാർട്ടപ്പും പരിപാടികളൊക്കെ ഇവൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇതിന്റെയൊക്കെ ഫ്രാഞ്ചൈസി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പല ആളുകളുടെ കയ്യിൽ നിന്ന് ഇവൻ പൈസ മേടിച്ചേക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ് മേടിച്ചേക്കുന്നത്. ചില ന്യൂസിൽ 20 കോടി എന്ന് പറയുന്നു, ചിലതിനകത്ത് 60 കോടി എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് പൈസ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തൊരു കള്ളപ്പണത്തിന്റെ ഇടപാടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ED ഇടപെടുന്നത്. അങ്ങനെയാണ് ജയസൂര്യയൊക്കെ പൊക്കുന്നത്. മാത്രമല്ല ജയസൂര്യ ആണല്ലോ ഇപ്പൊ കണ്ടില്ലയോ, ഭയങ്കര ചങ്കും എന്നുള്ള രീതിയിലൊക്കെ ആണ് സംസാരിക്കുന്നത്. വേറെ കുറച്ച് കാര്യങ്ങളോട് ഇതിനെപ്പറ്റി പറയാനുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഇവൻ ഈ സിനിമാക്കാരെ മൊത്തം അങ്ങ് യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഇവൻ 1-2 സിനിമാക്കാരുമായിട്ട് മാത്രമല്ല ബന്ധം, ഒരുപാട് സിനിമ സെലിബ്രിറ്റീസുമായിട്ട് ബന്ധമുണ്ട്. ഇവന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുന്നതാണ്. ഇവന് സിനിമയായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലങ്ങളിൽ ഈ തിയേറ്റർ ഒക്കെ വരുന്നതിന് മുമ്പ് പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ പാടത്തും പറമ്പത്തും ഒക്കെ പ്രൊജക്ടർ വെച്ചിട്ട് സിനിമ കാണിക്കുന്ന, ആളുകളെ സിനിമ കാണിക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. പണ്ട് നിലനിന്ന ഒരു സംഭവമാണ്. ഇവന്റെ വാപ്പ പൂനം റഹീം, എൻ്റെ വാപ്പയുടെ പേര് പൂനം റഹീം എന്നാണ്. പുള്ളി അങ്ങനെ സിനിമ കാണിച്ച്, നാട്ടുകാരെ സിനിമ കാണിച്ച് ഫേമസ് ആയ വ്യക്തിയാണ്. അയാളുടെ മകനാണ് ഇവൻ. ലൈഫ് ഓഫ് ക്രൈസ്റ്റും ജീവിത നൗകയും ജ്ഞാനസുന്ദരിയും പൂനം റഹീം എത്ര വട്ടം കണ്ടിരിക്കുന്നു. തറ ടിക്കറ്റുകാരന്റെ സകല മുഖങ്ങളും അറിയാം. പക്ഷെ തെരുവിനെ വിനോദിപ്പിക്കുന്ന ഒരു സിനിമാ പ്രദർശകനും അപ്പുറത്ത് പൂനം റഹീം മറ്റു പലതുമായിരുന്നു. അതുകൊണ്ട് തന്നെ പൂനം റഹീമിന് സിനിമ എന്തെന്നറിയാം. 1980 ഇതിന്റെ വില 24,000 രൂപയാണ്. 24,000 രൂപ വിലയുള്ള സമയത്ത് ഒരു 15 സെന്റ് സ്ഥലം ഞാൻ വിറ്റിട്ട് ഒരു പ്രൊജക്ടർ വാങ്ങിയ ചരിത്രമുണ്ട്. ഇത് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സിനിമ കളിച്ച് ഒരുപാട് ആളുകളെ രസിപ്പിച്ച, അല്ലെങ്കിൽ ഒരുപാട് സിനിമ പറമ്പിൽ കളിച്ച ഓരോ ചരിത്രമാണ് ഈ ഓരോ പ്രൊജക്ടിനുള്ളത്. അങ്ങനെ ഒരു മനുഷ്യന്റെ മോനാണ് ഇവൻ. ഇവനാണ് ഈ ഉടായിപ്പത്രം കാണിച്ചേക്കുന്നത്. മനസ്സിലായി? ഇവന്റെ സിനിമ ചരിത്രം മനസ്സിലായല്ലോ നിങ്ങൾക്ക്. കൂടാതെ ഇവൻ ഗൗതമന്റെ രഥം എന്ന് പറയുന്ന നീരജ് മാധവന്റെ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പോസ്റ്ററിൽ തന്നെ ഇവൻ നിൽക്കുന്നുണ്ട്. ആ മേളിൽ നിൽക്കുന്ന ഇവനാണ്. ഓക്കെ, ഈ സിനിമ ഇനി കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ദാണ്ട ഈ നിൽക്കുന്ന കക്ഷിയാണ് ഈ പറയുന്ന സ്വാതിക് റഹീം. ഓക്കെ, അങ്ങനെ ഇവന് സിനിമാക്കാരുമായിട്ട് നല്ല അടുത്ത ബന്ധമാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി ജയസൂര്യമായിട്ടുള്ള ബന്ധം കാണിക്കാം. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ മാത്രം കാണിച്ചാൽ മതി. അവർ ജയസൂര്യമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു, ആ ഒരു വീഡിയോക്കകത്ത് മനസ്സിലാവും. ഹാപ്പി ബർത്ത്ഡേ ടു യു. അത് ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ കളക്കം. ജയസൂര്യയുടെ ബർത്ത്ഡേക്ക് കേക്ക് കൊടുക്കുകയാണ്. കേക്ക് കട്ട് ചെയ്തിട്ട് അവന്റെ വായിലാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. മേ ബി അവനാണ് ആ കേക്ക് കൊണ്ടുവന്നത്, അവനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കുന്നത്. അന്നേരം ജയസൂര്യമായിട്ടും നല്ല ബന്ധവും പുലർത്തിയിട്ടുണ്ട്. നാണ്ടെ ഓൾവേസ് വാക്ക് വിത്ത് എ മാൻ ഹു ഈസ് ഐഡിയൽ ആൻഡ് മെന്റർ എ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവൻ 2021 മെയ് 28 ജയസൂര്യയായിട്ടുള്ള പിക്ക് പോസ്റ്റ് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നത്. അത് മാത്രമല്ല ഈ സേവ് ബോക്സിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അജു വർഗീസും അതുപോലെ തന്നെ ഗോകുൽ സുരേഷും ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. ഈ അജു വർഗീസിനെ കൊണ്ടൊക്കെയാണ് ഈ ഒരു ഇതിന്റെ പരസ്യം ഒരുപാട് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അജു വർഗീസുമായിട്ടും ഇവന് അടുത്ത ബന്ധമുള്ളതാണ്. 2021 ജനുവരി 10 ഇട്ട ഒരു പോസ്റ്റാണ്. എന്നെ എന്നും ഒരു വിളിക്കപ്പുറം കട്ടയ്ക്ക് കൂടെ പിടിച്ചു നിർത്തിയ എൻ്റെ പൊന്നു കൂട്ടുകാരന് 1000 ജന്മദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ട് അജു വർഗീസിന്റെ ബർത്ത്ഡേക്ക് ഇവനിട്ട പോസ്റ്റാണ്. പല സമയത്തുള്ള കോലങ്ങൾ അജു വർഗീസിന്റെ കൂടെ. അന്നേരം ഇവരൊക്കെ ആയിട്ട് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവൻ ഇതാണ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇവരൊന്നും ഈ ഒരു സ്കാമിന്റെ പാർട്ടാണ് എന്ന് പറഞ്ഞു വെക്കുവല്ല. എൻ്റെ ഏതെങ്കിലും കൂട്ടുകാരൻ ഒരുത്തം പോയി വല്ല സ്കാമും കാണിച്ചു കഴിഞ്ഞാൽ ഞാനും ആ സ്കാമിനകത്ത് പറയുന്നതിനോട് അർത്ഥമില്ല. നമ്മൾ ചിലപ്പോൾ അറിയുന്ന പോലും കാണത്തില്ല, ഇവരൊന്നും അറിയുന്നത് പോലും കാണത്തില്ല ഇവൻ ഇങ്ങനത്തെ ഒരു ഉടായ്പ പരിപാടിയാണ് ചെയ്യാൻ പോകുന്നതെന്ന്.
അവരുടെ ഒരു സുഹൃത്ത് ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് അവർ സപ്പോർട്ട് ചെയ്തു. അതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അറിഞ്ഞുകൊണ്ട് ഇവരൊന്നും പോയിട്ട് ഇമാതിരി ഒരു പരിപാടിക്ക് തലവെച്ച് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഞാൻ ഈ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിക്കാൻ പറഞ്ഞു അജു വർഗീസും ഇതിന്റെ പാർട്ടാണ്, അവനും ലോക ഉടായിപ്പാണെന്ന് പറഞ്ഞൊന്നും വന്നേക്കല്ലേ. ഞാൻ ഇവന്റെ ഒരു ചരിത്രം, ഈ സിനിമാക്കാരെ ഇവൻ ഇത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളത്, ഇവരെങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രം കാണിക്കുകയാണ്. ഇത്ര വർഷങ്ങളായിട്ടുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് ഇവൻ മുതലെടുത്തിരിക്കുന്നത്. പിന്നെ ഇവനെ പറ്റി മാതൃഭൂമിക്കകത്ത്, ഇതെല്ലാം ഇവൻ തന്നെ പോസ്റ്റ് ചെയ്തതാണ്, ഇവന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കിടപ്പുണ്ട്. മാതൃഭൂമിക്കകത്ത് 2020 വന്ന ഒരു കുറിപ്പ് ന്യൂസിനകത്ത് വന്നതാണ്. സിനിമയ്ക്കൊപ്പം സ്വാദിഖ് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് മറ്റൊരു യുവ നടൻ കൂടി എന്നും പറഞ്ഞിട്ട് ഒന്ന് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. സിനിമ മാത്രം നിറഞ്ഞു നിന്ന ബാല്യമായിരുന്നു സ്വാദിഖിൻ്റെത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ്. പൂനം റഹീമിന്റെ മകനാണ്. അന്നേരം അദ്ദേഹത്തിന്റെ മകനാകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും സിനിമ എന്ന് പറയുന്ന ഒരു സാധനത്തിന് നല്ലൊരു ഇതുണ്ടാവും. തൃശ്ശൂരിലെ പഴയകാല സിനിമാ വിതരണക്കാരൻ പൂനം റഹീമിന്റെ ഏക മകൻ വളർന്നപ്പോഴും സിനിമ തന്നെയാണ് മനസ്സിലും. വീടിനകം നിറയെ സിനിമകളുടെ പെട്ടികളും പ്രൊജക്ടറുകളും ഇത് തന്നെയായിരുന്നു സ്വാദിഖിന്റെ കളിപ്പാട്ടങ്ങളും. പണ്ട് എല്ലാ സാധനങ്ങളിലും അച്ഛന് കൂട്ടുപോകണം. സിനിമാ പ്രദർശനം കഴിഞ്ഞ് മടക്കം. മലയാളത്തിലെ ആദ്യകാല ചിത്രങ്ങൾ പലതവണ കണ്ടു വളർന്നു. മിക്ക സിനിമകളുടെയും സീനുകൾ ഡയലോഗുകളും മനഃപ്പാടമാണ്. ഒടുവിൽ ഇതെല്ലാം ജീവിതത്തിൽ ഉപകരിച്ചു. LLB കഴിഞ്ഞിട്ടും അച്ഛന്റെ വഴി തന്നെ സ്വാദിഖ് തിരഞ്ഞെടുത്തു. ശങ്കർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത 18-ാം പടി, ഈയിടെ റിലീസായ ഗൗതമന്റെ രഥം, സന്തോഷ് ശിവന്റെ ജാക്ക് ആൻഡ് ജിൽ എന്നിവയുടെ പ്രോജക്ട് ഡിസൈനർ ആണ്. ഈ 3 ചിത്രങ്ങളിലും സ്വാദിഖ് അഭിനയിക്കുകയും ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഇതിന്റെയൊക്കെ പ്രോജക്ട് ഡിസൈനറും അന്ന് ഇതിനകത്തൊക്കെ അഭിനയിക്കുകയും ചെയ്തു. 3 പടങ്ങളിലുണ്ട്. സംവിധായകൻ സന്തോഷ് ശിവൻ തന്നെയാണ് സ്വാദിഖിനുള്ള അഭിനേതാവിനെ കണ്ടെത്തുന്നത്. മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രമായ ജാക്ക് ആൻഡ് ജില്ലിലെ വില്ലൻ വേഷമാണ്. ഓക്കെ, അപ്പം ഇവന്റെ ഒരു ചരിത്രം മനസ്സിലായല്ലോ. സിനിമാ ഫീൽഡുമായിട്ട് അത്രയും അടുത്ത് നിൽക്കുന്ന, അത്രയും ബന്ധങ്ങളുള്ള ഒരു വ്യക്തിയാണ്. ഇനി വേറെ കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ കാണിച്ചു തരാം. മമ്മൂക്കായുമായിട്ട് നിൽക്കുന്ന, വളരെ ചെറുപ്പത്തിൽ തന്നെ മമ്മൂക്കായിട്ട് നിൽക്കുന്ന ഫോട്ടോ. ഇതാണ്ട് ആഹാരം കഴിക്കുന്ന മമ്മൂക്കയുടെ ഡിന്നർ വിത്ത് മമ്മൂക്ക എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. ഷാഫി പറമ്പിൽ എന്നും കട്ടയ്ക്ക് കൂടെ നിന്ന എൻ്റെ കട്ടച്ചങ്കിന് അഭിവാദ്യങ്ങൾ എന്നും പറഞ്ഞിട്ട് ഷാഫി പറമ്പുമായിട്ട് നല്ല ബന്ധമാണ്. രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ഇരിക്കുന്ന ഫോട്ടോയും വേറെ ഉണ്ട്. അതുകൊണ്ട് ബേസൽ ജോസഫ്, ഇവന്റെ മറ്റേ ലോഞ്ചിങ് പരിപാടിയിൽ ബേസൽ ജോസഫും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ എന്നും പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ബബ്ബാന്റെ റൈറ്റേഴ്സ് ആയിട്ടുള്ള നൂറിൻ ആൻഡ് ഫഹീം അവരുടെ കൂടെ നിൽക്കുന്ന പിക്ക്. പിന്നെ താണ്ടെ മഞ്ജു വാര്യരുടെ കൂടെ പല ലൊക്കേഷനിൽ. ജാക്ക് ആൻഡ് ജില്ലിന്റെ വില്ലനായിരുന്നു. അത് കൂറപ്പടം ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ ട്രോള് കണ്ടപ്പോൾ തന്നെ അത് പിന്നെ കാണാൻ തോന്നിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അറിയില്ല. ജാക്ക് ആൻഡ് ജില്ലിനകത്ത് ഇവൻ ഉണ്ടായിരുന്നു പറയുന്നത് കേട്ടു. സോ മഞ്ജു വാര്യരുടെ കൂടെ നിൽക്കുന്ന പടങ്ങൾ. ഹാപ്പി ബർത്ത്ഡേ മഞ്ജു ചേച്ചി, എല്ലാവരുടെയും ബർത്ത്ഡേ വിഷയമായിട്ടുള്ള ഫോട്ടോ വെച്ചിട്ടാണ്. ഈ തട്ടിപ്പുകാരുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രമുഖരുടെയും കൂടെ ഇന്ന് ഫോട്ടോ എടുക്കുക, എന്നിട്ട് ഈ ഫോട്ടോ പബ്ലിക്കിലോട്ട് ഇട്ട് കൊടുക്കുക. അന്നേരം അവനങ്ങ് വലിയ കുണാണ്ടറാണെന്ന് ഈ കാണുന്ന ജനങ്ങൾ തെറ്റിദ്ധരിക്കും. ഈ തട്ടിപ്പ് നടത്തുന്ന എല്ലാവരുടെയും ഈ ഒരു പാറ്റേൺ ഇതാണ്. ആരെ കണ്ടാലും അവരുമായിട്ട് ബന്ധം സ്ഥാപിച്ച് അവരോട് കൂടെ ഫോട്ടോ എടുക്കുക. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് വിത്ത് ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാൽ അവരോട് കട്ട കമ്പനി ആയിരിക്കും. ഇവൻ പറ്റിക്കൊന്നും വിചാരിക്കത്തില്ല. കാര്യം ഇവർക്കൊക്കെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. ഈ മമ്മൂട്ടിക്കാണെങ്കിലും ബാക്കിയുള്ള നടന്മാർക്കൊക്കെ ആണെങ്കിലും ഒരു ക്രെഡിബിലിറ്റി ഉള്ളവരാണ്. അവരുടെ കൂടെ ഇന്ന് ഫോട്ടോ എടുക്കുന്നു, ഡിന്നർ കഴിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഓക്കെ, ഇവനും ഒരു വിശ്വാസം ഉള്ള ആളായിട്ട് ആളുകൾ കരുതും. ഒരു ഉടായിപ്പനെ മമ്മൂട്ടി കൂടെ കൊണ്ടു കിടക്കും, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ അയാളുടെ കൂടെ നിന്ന് ആഹാരം കഴിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. ആ ഒരു സാധനമാണ് ഇവരൊക്കെ യൂസ് ചെയ്യുന്നത്. പിടികിട്ടിയോ? ഇതിലെ മറ്റേ പുള്ളി FM-ലെ. അതുപോലെ തന്നെ മതിൽ ചാട്ടം രാത്രി കണ്ട, ഇത് ഗൗതമന്റെ രഥത്തിന്റെ ആ ഒരു ഷൂട്ടിന്റെ സമയത്ത് എടുത്തതാണെന്ന് തോന്നുന്നു. നീരജ് മാധവനുമായിട്ടൊക്കെ ഉള്ള ആ ഒരു പിക്ക്. പിന്നെ ബോച്ച ഇവനെ വിഷ് ചെയ്യുന്ന വീഡിയോ. നിങ്ങൾ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടാണ് പ്രവർത്തനം നടത്തുന്നത്. ഈ സേവ് ബോക്സ് അതെ, ഭയങ്കര ഇന്നോവേറ്റീവ് ആണ്. ഇച്ചിരി ഇന്നോവേഷൻ കൂടിപ്പോയി, എന്നിട്ട് പിന്നെ തട്ടിപ്പായിട്ട് മാറിയത്. ചെന്ന് പെടാഞ്ഞ കാര്യമായി. തന്നെ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. എന്ത് ചെന്നേരത്ത് കുറച്ച് ഇൻവെസ്റ്റ് കൊടുക്കാൻ എന്ത് വലിയ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അപ്പോഴാണ് ഞാൻ നിങ്ങളെ കുറിച്ച് പരിചയപ്പെടാനും അറിയാനൊക്കെ സാധിച്ചത്. എങ്കിലും എന്റെ സ്നേഹം നിറഞ്ഞ ബർത്ത്ഡേ വിഷസ് ചെലവ് ചെയ്യാൻ മറക്കണ്ട. അതാ പറഞ്ഞേ, കഴിയുന്ന എല്ലാവരെയും കൊണ്ട് ഇവൻ ഈ പരിപാടി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വേറൊരു പോസ്റ്റ് മമ്മൂക്കാടെ മൂവിയിൽ താങ്ക് യു മൈ ഡിയർ അജയ് വാസുദേവ് ടു ഇൻട്രൊഡ്യൂസ് മീ ഇൻ എ മമ്മൂക്ക മൂവി. ഷൈലോക്കിനകത്ത് ഏത് സീനാണെന്ന് ഓർക്കുന്നില്ല, ഷൈലോക്കിനകത്ത് ഇവനുണ്ട് മമ്മൂട്ടിയുടെ കൂടെ. അപ്പൊ ഈ ബന്ധങ്ങളാണ് ഇവൻ ഇത് യൂസ് ചെയ്തേക്കുന്നത്. ഈ ഇട്ടേക്കുന്ന പോസ്റ്റ് എല്ലാം കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ്, ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ളതൊന്നും അല്ല. ഇവൻ ഒളിവിലായിരുന്നു. ഇവനെ പോലീസ് 2023 പൊക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താണെന്ന് ഐഡിയ. ഇവൻ പറ്റിച്ച ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ ഒരു 2-3 കൊല്ലം മുമ്പ് മറുനാടൻ മലയാളിക്ക് അത് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി പറയുന്ന കാര്യം ഞാനത് വെക്കാം. നമ്മുടെ അറിവിൽ മാത്രം ഏകദേശം 6 കോടി രൂപയോളം ഇദ്ദേഹം പല വ്യക്തികളിൽ നിന്നായിട്ട് 1 ലക്ഷം മുതൽ
60 ലക്ഷം 1 കോടി രൂപ വരെ നഷ്ടപ്പെട്ടവരുണ്ട്. നഷ്ടപ്പെട്ടവരിൽ പലരും ഇത് ഒരു പരാതിയായിട്ട് മുന്നോട്ട് വരാൻ അവർ ഭയപ്പെട്ടിട്ടോ അതല്ലെങ്കിൽ ഇത് ഇദ്ദേഹത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുമല്ലോ ഇരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. കൂടുതൽ പേരും ഭയപ്പെട്ടാണ്, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങളെടുത്ത് അതിനെല്ലാം പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു കൺഫ്യൂഷൻ പലർക്കുമുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇദ്ദേഹം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു രൂപ തിരിച്ചു തരുന്നുണ്ടെങ്കിൽ അത് പുതിയ ഇരകളെ പറ്റിച്ചുകൊണ്ടും അവരുടെ കിടപ്പാടും വരെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരിൽ നിന്ന് കിട്ടുന്ന പൈസ പറ്റിച്ചിട്ടുള്ള ഒരു വിഹിതമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു രൂപ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടാവുക. പലരുടെയും സ്ഥിതി വളരെ പരിതാപകരമായ സ്ഥിതിയാണ്. പക്ഷെ അവരാരും പുറത്തേക്ക് വരാൻ മടിക്കുന്നു ഭയപ്പെട്ടിട്ടാവാം, അല്ല നാണക്കേട് കൊണ്ടാവാം. പക്ഷെ നമ്മളെ ഒരാൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് പറയുന്നതിന് നിങ്ങൾ സധൈര്യം നിങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇയാളുടെ പേര് മുനീർ എന്നാണ്. ഇയാളെ ഏതാണ്ട് 5 ലക്ഷം രൂപ മാത്രമാണ് പറ്റിച്ചിട്ടുള്ളത്. 5 ലക്ഷം രൂപയാണെങ്കിലും അതിനൊരു വില ഉണ്ടല്ലോ. അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് ഇവൻ പറ്റിച്ചിട്ടുള്ളത്. ഇവൻ്റെ ഇത് മാത്രമല്ല ഇവന് പറ്റിപ്പെട്ടുള്ളത്, വേറെയും ഉണ്ട് ഇവൻ്റെ പറ്റിപ്പുകൾ. ഇദ്ദേഹത്തിൻ്റെ തട്ടിപ്പിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബിഡിങ് ആപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം മുന്നോട്ട് വരുന്നത്. അപ്പോൾ അതിന് സാധാരണ നമ്മളൊരു പഞ്ചായത്തിലെ ഒരു ലൈസൻസിന് വേണ്ടി അപേക്ഷ പോലും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിനെ പോലെ ഒരു ബിഡിങ് ആപ്പ് ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ആ ഒരു ബിഡിങ് ആപ്പ് ഒരു ഗാംബ്ലിങ്ങിൻ്റെ ഫ്ലേവേഴ്സ് ഇതിൽ വരുന്നതുകൊണ്ട് ആ ആപ്പിന് ഒരു ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സെൻട്രൽ മിനിസ്ട്രിയിൽ പോലും ഇദ്ദേഹം നേരിട്ട് പോയി അപേക്ഷിക്കുകയും അതിന് നിരന്തരമായുള്ള ഫലം കൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ലൈസൻസ് കിട്ടിയെന്ന് പറയുന്നു. പിന്നെ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഇദ്ദേഹത്തിന് ഏറ്റവും നല്ല ഓൺട്രപ്രണർ അവാർഡ് കൊടുത്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. പിന്നെ കാരവൻ ടൂറിസം പോലുള്ള നമ്മളുടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമാണ് കാരവൻ ടൂറിസം നമ്മളുടെ കേരളത്തിൻ്റെ. അതിന് ഏറ്റവും പ്രൊമോട്ടറായിട്ടും അതിൻ്റെ ഡെവലപ്മെൻറ്റിനും ഇവരെ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്നു. പിന്നെ സേവ് ബോക്സ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ആമസോണും അതുപോലെ DHL പോലുള്ള ഡെലിവറി സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി തരാമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരിൽ നിന്ന് 10 ലക്ഷം രൂപയായിട്ട് കളക്ട് ചെയ്യുന്നു. ആലോചിച്ച് നോക്കും, ഏതൊക്കെ രീതിയിലാവും പൈസ ഒപ്പിക്കാം അല്ലെങ്കിൽ പറ്റിക്കാം, ആളുകളുടെ നിന്ന് മേടിക്കാം എന്ന് മനസ്സിലാക്കി അതെല്ലാം മേടിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാസം 5 ലക്ഷം രൂപ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, വെറും 25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാസം 5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സമ്പാദിക്കാവുന്ന ചെറുപ്പക്കാരെ ഇതിലേക്ക് ആകർഷിപ്പിക്കുന്നു. പിന്നെ കേരളത്തിലുടനീളം സേവ് ബോക്സ് സ്റ്റോർ എന്ന് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇവർ പലരിൽ നിന്നായിട്ട് മേടിച്ചെടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പിന്നെ പുതിയ സ്റ്റാർട്ടപ്പ് മോഹങ്ങളുമായിട്ട് നടക്കുന്ന, അത് നല്ലൊരു കോൺസെപ്റ്റ്, ഇന്നോവേറ്റീവായിട്ടുള്ള കോൺസെപ്റ്റുമായിട്ട് നടക്കുന്ന ചെറുപ്പക്കാരെ ഇവർ ആകർഷിച്ചിട്ട് ഇവർ മെൻറ്റർഷിപ്പാണ്, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഇവർ കൊണ്ടുവരാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവർ കളക്ട് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് ഈ സ്റ്റാർട്ടപ്പ് മോഹമായിട്ട് നടക്കുന്ന ചെറുപ്പക്കാരെ ഇവർ ട്രാപ്പിലാക്കുകയും അവരുടെ ടെക്നോളജി അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഇവർ കളക്ട് ചെയ്തുകൊണ്ട് അത് പുറമേക്ക് ഷെയർ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ എമൗണ്ട് ഇവർ മറ്റു പലരിൽ നിന്ന് മേടിക്കുകയും ഈ യുവാക്കളുടെ അല്ലെങ്കിൽ അവരുടെ ആ സ്റ്റാർട്ടപ്പ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ പുറത്തേക്ക് ഇവർ വിറ്റിട്ട് കാശുണ്ടാക്കുന്ന രീതികളെല്ലാം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ പല ഓരോ വ്യക്തികളിൽ നിന്നും ഇവർ കളക്ട് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുന്ന രീതി ഡിഫറൻ്റ് ആണ്. അപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആയിരിക്കില്ല മറ്റുള്ളവർക്ക്. പിന്നെ റോബോട്ടിക് അങ്ങനെ പലതരം തട്ടിപ്പുകളാണ് ഇവൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് മാത്രമല്ല, ഇവൻ ഈ തട്ടിപ്പിലോട്ട് വരുന്നതിന് മുമ്പും ഇവൻ വേറെ തരത്തിലുള്ള ചെറിയ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു കടയിൽ പോയിട്ട് ക്യാമറ മേടിക്കും. ഈ വാടകയ്ക്ക് ക്യാമറ കൊടുക്കുന്ന ടീംസ് ഒക്കെ ഉണ്ടായിരിക്കും. അവിടെ പോയിട്ട് ക്യാമറ മേടിച്ചിട്ട് ആദ്യം അതിൻ്റെ കൃത്യമായിട്ട് ക്യാമറ തിരിച്ചുകൊണ്ട് കൊടുക്കും, അതിൻ്റെ വാടക കൊടുക്കും, എന്നിട്ട് പിന്നെയും മേടിക്കും, എന്നിട്ട് പിന്നെ കൂടിയ ക്യാമറകൾ മേടിക്കും. ഈ കൂടിയ ക്യാമറ മേടിച്ചിട്ട് ഇവൻ ഈ ക്യാമറ ആയിട്ടങ്ങ് മുങ്ങും. ഇതാണ് ഇവൻ്റെ ആദ്യത്തെ തട്ടിപ്പ് പരിപാടി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ തട്ടിപ്പിലോട്ട് വരുന്നത്. അതിൻ്റെ ഒരു ന്യൂസ് കൂടെ ഞാൻ വെക്കാവേ. എൻ്റെ ക്യാമറകൾ ഫസ്റ്റ് പ്രാവശ്യം മാസത്തേക്ക് റെൻറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി അതിൻ്റെ റെൻറ്റ് തന്നു. പിന്നെ ആൾ കൂടുതൽ ക്യാമറകളും CDൻ്റെ ഗവൺമെൻറ് ഒരു പ്രൊജക്റ്റ് ഉണ്ട് CDT എന്ന് പറഞ്ഞിട്ട്, അതിലേക്ക് വേണ്ടി കുറച്ച് ക്യാമറകൾ കൂടുതൽ വേണം. അപ്പോൾ അതിലേക്ക് കുറച്ച് നമ്മുടെ അടുത്ത് ആ സമയത്ത് സീസൺ അല്ലാത്തതുകൊണ്ട് ഞാൻ 1-2 ക്യാമറകളും പിന്നെ ലെൻസുകളും കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കാലഘട്ടത്തിൽ റെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ റെൻറ്റും ഇല്ല, ആളും ഇല്ല, വിളിച്ച കോൺടാക്റ്റും ഇല്ല, ഒരു ഇല്ല. എനിക്ക് ഏകദേശം 10,92,000 രൂപ ഏകദേശം സാധനം കൊണ്ടുപോയിട്ടുണ്ട്. വിവാഹ വീഡിയോഗ്രാഫറായ സന്ദീപിന്റെ പക്കലുണ്ടായിരുന്ന ക്യാമറയും വാടകയ്ക്ക് കൊണ്ടുപോയ ശേഷം സ്വാദിഖ് റഹീം കൈക്കലാക്കി വിറ്റു. പലവട്ടം തരാമെന്ന് വാക്ക് പറയുകയും പിന്നീട് മുങ്ങുകയുമാണ് സ്വാദിഖിന്റെ രീതി. അവർ യൂസ് ചെയ്തിട്ട് ക്യാമറ കൊണ്ടുപോകാനുള്ള ഡേറ്റും കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടും ക്യാമറ വരാണ്ടായപ്പോൾ ഞാൻ ഇവനെ അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവനെ കോൺടാക്ട് കിട്ടിയിട്ടില്ല, ഇവൻ അവിടെ ഇല്ല, സ്ഥലത്തില്ല. പിന്നെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ കഴിഞ്ഞു. ഇവൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിൻ്റെ കയ്യിൽ ഇത്ര ക്യാമറ വാങ്ങിച്ചിട്ട് പകരം ഈ ക്യാമറ വിറ്റിട്ടുള്ള കാശ് കൊണ്ടാണ് ബാക്കിയുള്ളവർ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കിതൊന്നും അറിയുന്നില്ല. ജില്ലയ്ക്കകത്തും പുറത്തുമായി ക്യാമറകൾ നഷ്ടപ്പെട്ടവർ നിരവധിയാണ്. സേഫ് ബോക്സ് എന്ന പേരിലുള്ള പുതിയ തട്ടിപ്പ് പുറത്തായതോടെയാണ് സ്വാദിഖ് തട്ടിപ്പ് നിർത്തിയിട്ടില്ലെന്ന് ഇവർ അറിയുന്നത്. കേട്ടല്ലോ, ഇതാണ് ഇവന്റെ തട്ടിപ്പ് പരിപാടികൾ. നമ്മുടെ മലയാളികളുടെ സ്വഭാവമുണ്ട്, എവിടെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് പൈസ എല്ലാം കൂടെ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യും. ഈ അടലോടെ തിന്നാനുള്ള ആർത്തിയാണ് ഈ ചെന്ന് ഇവന്റെ ഒക്കെ കുഴിയിൽ
വീഴാൻ ഏറ്റവും വലിയ കാരണമാകുന്നത്. ഞാനൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് സൈബർ പോലീസിൽ പോയ സമയത്ത് പുള്ളി എന്നെ വിളിച്ചിരുത്തിയിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു തന്നു. ഇത്ര കോടി രൂപയുടെ തട്ടിപ്പുകളാണ്. നമ്മൾ വിചാരിക്കും 5 ലക്ഷം 3 ലക്ഷം ഒക്കെയാണ്. 5 ലക്ഷം 3 ലക്ഷം ഒന്നും അല്ല. ഓരോ കേസിന്റെ എമൗണ്ടിന്റെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണുള്ളി പോകും. 1 കോടി 2 കോടി 50 ലക്ഷം 80 ലക്ഷം. ഞാനതിൽ ആലോചിക്കും, നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഇത്രയും പൈസ ഉണ്ടോ ഇതിനകത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതിനകത്ത് ഓരോ തട്ടിപ്പിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കളയുന്ന പരിപാടിയാണ് കയ്യിരിക്കുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ആർത്തിയോട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് മൊത്തവും കൂടെ മുച്ചൂടും വല്ലവനും കട്ടുകൊണ്ട് വന്ന പരിപാടി. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് നല്ല നാക്കായിരിക്കും, അടിച്ച് ഇട്ടുകളയും. ഇവന്റെ വാക്കിലൊക്കെ കേട്ട് വീഴുകയും ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. ഞാൻ ഈ ഒരു വീഡിയോയിൽ നീരജ് മാധവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിക്കവാറും കുറേ അവന്മാർ കമൻറ്റുമായിട്ട് വരും, നീരജ് മാധവൻ അല്ല നീരജ് മാധവ് ആണ് എന്ന്. കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിഖില വിമല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറേ അവന്മാർ കമൻറ്റുമായിട്ട് വന്നു, നിഖില വിമലയല്ല നിഖില വിമൽ. ഇതാ പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റിങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന കുറേ ടീംസ് ഉണ്ട്, നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഇത് വീഴാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കമൻറ്റ് ഇടാൻ വരുന്നവന്മാർക്ക് വേണ്ടിയിട്ടുള്ള റിപ്ലൈ ആണ് ഞാൻ ഇപ്പോൾ തന്നിരിക്കുന്നത്. കൂടുതലൊന്നുമില്ല, വേറെ വീഡിയോ. അപ്പം ശരി.